Hello friends, I welcome you all to the video lecture series. So, ഈ video lectures troll KTU ഗ്രൂപ്പിൻ്റെ ഒരു ലോക്ക്ഡൗൺ ഇനിഷ്യേറ്റീവ് ആണ് so that you don't miss your learning process during these lockdown days. And myself Krishnendu Sivadas. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to study effectively. Mainly എൻ്റെ സബ്ജക്റ്റ് engineering mechanics ആണ്. So, how you can study it effectively using the 6 smart study tips. Okay. So let's see one by one. Moving on to our first tip, be positive. So you need self-confidence and you should believe in yourself. Okay, നമ്മൾ BTech students ആണ് and nothing is impossible. So passing an exam is not a big deal എന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങളെല്ലാവരും ബിൽഡപ്പ് ചെയ്യണം. And now tip number 2, syllabus review. So നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്കുണ്ടായിരിക്കണം. സോ ഫോർ ദാറ്റ് യു നീഡ് സിലബസ്. യു ഷുഡ് ഗെറ്റ് ഫെമിലിയർ വിത്ത് യുവർ സിലബസ് ആൻഡ് റീഡ് ത്രൂ യുവർ സിലബസ് 2-3 ടൈംസ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സിലബസ്. സോ ദിസ് ഇസ് 2019 സ്കീം. 2 സ്കീംസാണുള്ളത്, ഓൾഡ് ആൻഡ് ന്യൂ. ഓക്കെ, ന്യൂ സ്കീം 2019 ആണ്, ഓൾഡ് ഇസ് 2016 സ്കീം. സോ ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ 2019 സ്കീമിൽ സിലബസിൽ മൊഡ്യൂൾ 1, 2, 3, ഓക്കെ, മൊഡ്യൂൾ 5 മൊഡ്യൂൾസ് വരെയാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് 2016 സ്കീമിൽ 6 മൊഡ്യൂൾസ് ഉണ്ട്. സോ ഇതാണ് ബേസിക് ഡിഫറൻസ്. ബട്ട് കണ്ടൻസ് എല്ലാം സെയിം തന്നെയാണ്. എക്സ്ട്രാ ടോപ്പിക്സ് 2016 കുറച്ചും കൂടെ എക്സ്ട്രാ ടോപ്പിക്സ് 2-3 ടോപ്പിക്സ് എക്സ്ട്രാ ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, സോ ഡൗൺലോഡ് യുവർ കറസ്പോണ്ടിങ് സിലബസ്. സോ അവേഴ്സ് ഇസ് EST 100 2019 സ്കീം, പുതിയ പിള്ളേരുടെ സ്കീം 2019 ആൻഡ് ഇറ്റ്സ് ക്രെഡിറ്റ് ഇസ് 3. So next, tip 3, important topics first. ഓക്കെ, സോ നമുക്ക് ഷോർട്ട് ടൈമിൽ ഇത്രയും വാസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, KTUവിൻ്റെ 2016 മുതലുള്ള പേപ്പേഴ്സ്. ഓക്കെ, സപ്ലി ആൻഡ് റെഗുലർ. സോ ഇത്രയും പേപ്പേഴ്സ് കളക്ട് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ നിങ്ങൾ തന്നെ ഒരു സെൽഫ് അനാലിസിസ് ചെയ്യണം. അതായത് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണ്, ഏത് പോർഷൻസിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ സിലബസിൽ മാർക്ക് ചെയ്തിട്ട് ഇത് നിങ്ങൾ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കണം നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, സോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സോ ആ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ പാർട്ട് എയിൽ പാർട്ട് എ തിയറിയാണ്. തിയറി ആൻഡ് ഷോർട്ട് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. സോ തിയറംസ്, പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്, ടൈപ്സ്, ക്ലാസിഫിക്കേഷൻസ്, എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ഷോർട്ട് പ്രോബ്ലംസും ചോദിക്കാം. ആൻഡ് പാർട്ട് ബിയിൽ മെയിനായിട്ട് ചോദിക്കുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ലെവൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, സോ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് വേണം. അതിന് നിങ്ങൾ കുറേ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ഓക്കെ, നല്ല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. ആൻഡ് അനാലിസിസും ഡെറിവേഷൻസും പാർട്ട് ബിയിൽ ചോദിച്ചു. നെക്സ്റ്റ് ടിപ്പ് 4, സിംഗിൾ സ്റ്റഡി മെറ്റീരിയൽ. സോ സ്റ്റഡി മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ വാസ്റ്റ്നെസ് കുറക്കാനായിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഒത്തിരി ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ നേരത്ത് അതിൽ യൂസ് ചെയ്യുന്ന ഓരോ ടെക്സ്റ്റിലും യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ആ ഒരു എൻഡ് സ്റ്റേജ്. ഓക്കെ, നമുക്ക് ആ ഷോർട്ട് ടൈം പീരീഡിൽ ഇത്രയും കൺഫ്യൂഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ ഒരു മെറ്റീരിയലോ റെഫർ ചെയ്യുക. സോ ലെസർ ദി സ്റ്റഡി മെറ്റീരിയൽസ്, ലെസർ വിൽ ബി യുവർ ബർഡൻ. ഓക്കെ, സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡീസിന് എപ്പോഴും ഒരു സിംഗിൾ മെറ്റീരിയലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മൂവിങ് ഓൺ ടു ടിപ്പ് നമ്പർ 5, ഷോർട്ട് നോട്ട്സ്. ഓക്കെ, സോ ഷോർട്ട് നോട്ട്സിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ 1 month മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, സോ എക്സാമിന് 1 month മുമ്പ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ ആ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് 1 day മുമ്പായിട്ട് നിങ്ങൾക്കൊന്ന് റിവിഷൻ ചെയ്യണമെങ്കിൽ ഇഫ് യു ഹാവ് ഷോർട്ട് നോട്ട്സ്, ഓക്കെ, ദാറ്റ് വിൽ മേക്ക് യുവർ റിവിഷൻ ബെറ്റർ. സോ ഷോർട്ട് നോട്ട്സിൽ നിങ്ങൾ എക്സ്പെഷ്യലി നമ്മുടെ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റാണ്. അപ്പോൾ ഒത്തിരി ഫോർമുലാസ് പഠിക്കണം, അതുപോലെ ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ട്, ഒത്തിരി തിയറംസ് ഉണ്ട്. ഓക്കെ,
പിന്നെ ഓരോന്നിനും ഓരോ റൂൾസ് ആയിരിക്കും. സോ ഇതെല്ലാം നിങ്ങൾ ഷോർട്ട് നോട്ട്സിൽ ഒരു ഷോർട്ട് നോട്ട്സ് സെപ്പറേറ്റ് ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് ഇതെല്ലാം ഷോർട്ട് നോട്ട്സിൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം റിവിഷൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. സോ ഓൾ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, ഓൾ ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്, കോൺസെപ്റ്റ്, അതുപോലെ തന്നെ റൂൾസ്, ഈ സൈൻ കൺവെൻഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ടിപ്പ് നമ്പർ 6. ലാസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റ്. സോ നമ്മളുടെ എക്സാമിന് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ്. എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ആ തന്നിരിക്കുന്ന ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതായിരിക്കും നമ്മുടെ ഗോൾ. സോ ഫോർ ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ പാറ്റേൺ. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ പാർട്ട് എ, പാർട്ട് ബി, സോ ഇത് 2019 സ്കീമാണ് ഞാൻ പറയുന്നത്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ 30 മാർക്സ് ആൻഡ് പാർട്ട് എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. അതുപോലെ പാർട്ട് ബിയിൽ 70 മാർക്സ്, പാർട്ട് ബിയിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് വീതമാണ്. സോ ടോട്ടലി 30 മാർക്സ് ഓരോ മൊഡ്യൂളിൽ നിന്നും. സോ നമുക്ക് 5 മൊഡ്യൂളാണുള്ളത്. സോ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉള്ളത്. ഓക്കെ, ആൻഡ് അഗെയിൻ ഫ്രം പാർട്ട് ബി, പാർട്ട് ബിയിലും ഇതുപോലെ തന്നെ ഓരോ മൊഡ്യൂൾ 1, പാർട്ട് ബിയെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5. സോ ഓരോ മൊഡ്യൂളിലും 2 ഫുൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യനും സബ് ഡിവിഷൻസ് ഉണ്ട്, എയും ബി എന്നും പറഞ്ഞ്. സോ നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് പേപ്പർ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ചൂസ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസിയും അതുപോലെ തന്നെ ഫെമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക. സോ ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻസ് കാണും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതുക. Okay, each question will have subdivisions. Answer any one full question. So എയും ബിയും രണ്ടും എഴുതാൻ മറക്കരുത്. Okay, again each full question carries 14 marks ആണ്. സോ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നതും ബി പാർട്ടിലാണ്. സോ 70 മാർക്സ് ഇസ് ഫ്രം ബി പാർട്ട്. സോ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? നമുക്ക് ആകെ കിട്ടുന്നത് 3 hours ആണ്. സോ 3 hours പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ 5 ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും ആണ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ഇൻ 3 hours എങ്ങനെ ചെയ്യാം? സോ ഇവിടെ നിങ്ങളെപ്പോഴും ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് ലോങ് ആൻസർ പാർട്ട് ബിയിലാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റാർട്ട് വിത്ത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പാർട്ട് ബി. സോ പാർട്ട് ബിയിൽ നമ്മൾ ഓൾറെഡി 5 ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചതുമായിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ 4 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 2 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 30 minutes, ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും, അതായത് അതിലെ എയും ബിയും. ഓക്കെ, പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യനിലെ എയും അതുപോലെ ബിയും രണ്ടും നിങ്ങൾ 30 minutesനുള്ളിൽ, ഓക്കെ, മാക്സിമം 30 minutes ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 hours കൊണ്ട് 4 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നേരത്ത് അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗിവൺ ഡേറ്റ എഴുതുക, ടൈം ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ഫിഗേഴ്സ് വരയ്ക്കുക, ഇടയ്ക്ക് ടൈം നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഫോർമുലാസ് എഴുതി വെക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഈവൻ നിങ്ങളുടെ ലാസ്റ്റ് ആൻസർ റോങ് ആയാലും സ്റ്റെപ്സിനും അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാം മാർക്കുള്ളതാണ്. ഓക്കെ, അഗെയിൻ സോ 2 hours കൊണ്ട് നമ്മൾ 4 ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് തറവായിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞിട്ട് പാർട്ട് എയിലേക്ക് വരിക. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 10 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. സോ ഈ 10 ക്വസ്റ്റ്യൻസ് 3 മാർക്സാണ് നമുക്ക് വേണ്ടത്. സോ 3 മാർക്സ് കിട്ടാനായിട്ട് ഫിഗേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അത് വരയ്ക്കുക. ദെൻ കീവേഡ്സ് ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, സോ പാർട്ട് എയിൽ പ്രത്യേകമായിട്ട് ഒരു 45 minutes കൊണ്ട് എഴുതി തീർക്കുക. ഓക്കെ, സോ യു ക്യാൻ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 4 minutes ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. സോ ഒരു 45 minutes കൊണ്ട് പാർട്ട് എയിൽ കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്യുക. ആൻഡ് ദെൻ കം ടു നമ്മൾ പാർട്ട് ബിയിൽ ലീവ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ലീവ് ചെയ്തത്. സോ ആ ക്വസ്റ്റ്യൻസിനെ പറ്റി നമുക്ക്, അതായത് ഗിവൺ ഡേറ്റയ്ക്ക് എപ്പോഴും 1 മാർക്ക് ഉള്ളതാണ്. സോ ആ ഗിവൺ ഡേറ്റ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫിഗേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് വരയ്ക്കുക. ആൻഡ് ഓൾസോ ട്രൈ ടു ഇൻക്ലൂഡ് ദി ഫോർമുലാസ്. നിങ്ങൾക്ക് ആ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന ഫോർമുലാസ് ഉണ്ടെങ്കിൽ അതും അതിൽ ആഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ട്രൈ ഡൂയിങ് ദാറ്റ്. നിങ്ങൾക്ക് ബാക്കിയുള്ള 15 minutesന് ട്രൈ ഡൂയിങ് ദാറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഓൾസോ. സോ 3 hours ഇങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നിങ്ങളുടെ 6 സ്മാർട്ട് സ്റ്റഡി ടിപ്സ്. സോ ഇത് നിങ്ങൾ ഈ സെയിം ഓർഡർ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു 100% ദാറ്റ് യു ആർ ഗോയിങ് ടു സ്കോർ റിയലി ഗുഡ് മാർക്സ്
for a difficult subject like engineering mechanics. So thank you all, and thank you all for listening, and thanks to Troll KTU Group for such a platform.